മട്ടന്നൂർ നഗരസഭയ്ക്ക് കരുത്തേകാൻ ഇനി സൗരോർജ്ജവും. മട്ടന്നൂർ നഗരസഭ CDS കെട്ടിടത്തിൽ 15 കിലോവാട്ട് ഓൺ ഗ്രിഡ് സൗരോർജ്ജ നിലയമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പരിപാടി KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. കിലോവാട്ടാണ് ആകെ ഉത്പാദിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര 50 അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ പൈസയില്ല. ഇനി മുനിസിപ്പാലിറ്റിക്ക് വൈദ്യുതിയുടെ പേരിൽ 5 പൈസ വേണ്ട. ആയിക്കോട്ടെ മറ്റൊരു പൈസ ഇങ്ങോട്ട് തരുമോ? ഉപയോഗിച്ച് തീർന്നു പോകാത്ത ഇന്ധനത്തിലേക്ക് നമ്മൾ കടക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ നിർദ്ദേശം. അതനുസരിച്ച് നമ്മുടെ കേരള ഗവൺമെൻറ്റും അത്തരവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രൊമോഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും അങ്ങനെ അത്ര കണ്ട് ചെവിക്കൊള്ളുന്നില്ല. എന്നാൽ മട്ടന്നൂർ നഗരസഭ വളരെ ഗൗരവമായിട്ട് അത് ഏറ്റെടുക്കുകയും നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഗവൺമെൻറ് സ്കൂളിൽ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ നഗരസഭ കെട്ടിടത്തിൽ തന്നെ സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നു. 60 യൂണിറ്റോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഈ സോളാർ പാനൽ വഴി എന്നാണ് പറയുന്നത്. ഇവിടെ ഉപയോഗത്തിന് ശേഷം മിച്ചം വരുന്നത് KSEBയുടെ പൂളിലേക്ക് കൊടുക്കുകയാണ്. അത് ഈ സംസ്ഥാനത്തെ KSEBയ്ക്കും വളരെ വലിയ നേട്ടം ഉണ്ടാകുന്ന കാര്യമാണ്. ഏതായാലും നഗരസഭ ചെയ്യുന്നത് വലിയൊരു മികച്ച പ്രവർത്തനമാണെന്ന് സൂചിപ്പിക്കുന്നു. ഊർജ്ജ പ്രതിസന്ധിയും കാലാവസ്ഥ അസന്തുലിതാവസ്ഥയും നേരിടുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് നഗരസഭ മാതൃകാപരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മട്ടന്നൂർ നഗരസഭ CDS കെട്ടിടത്തിൽ അനർട്ട് മുഖേന 15 കിലോവാട്ട് ഓൺ ഗ്രിഡ് സൗരോർജ്ജ നിലയമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിലൂടെ പ്രതിദിനം ഏകദേശം 60 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി CDS കെട്ടിടത്തിൽ ഉപയോഗിക്കുകയും അധികമുള്ള വൈദ്യുതി മട്ടന്നൂർ നഗരസഭ കെട്ടിടത്തിലെ വൈദ്യുതി ഉപയോഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും. 7,60,284 രൂപയാണ് സൗരോർജ്ജ നിലയം സ്ഥാപിക്കുന്നതിന് ചിലവായത്. ഓൺ ഗ്രിഡ് സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആവശ്യത്തിന് ഉപയോഗിക്കുകയും അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBയിലേക്ക് നൽകുവാനും സാധിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ O. പ്രീത, കൗൺസിലർമാരായ P. ശ്രീനാഥ്, VK സൂദൻ, P. അനിത, PK നിഷ, P. രാഘവൻ, BN മുഹമ്മദ്, CP വാഹിദ, സെക്രട്ടറി ഇൻചാർജ് KT പ്രണാം, P. രേഖ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.